അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പിശാച് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പിശാച് ചോദിക്കും, ആരാ ഇത് പടച്ചത്? അല്ലാഹ്. ഇതാരാ പടച്ചത്? ഫമൻ ഖലഖൽ ജിബാൽ. പർവ്വതത്തെ ആരാ പടച്ചത്? അല്ലാഹ്. ഫമൻ ഖലഖല്ലാഹ്. ആരാണ് അല്ലാഹുവിനെ പടച്ചത് എന്ന് ചോദിച്ചാൽ ഖുൽ, നിങ്ങൾ പറയണം, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വറുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരെയും ഞാൻ വിശ്വസിച്ചു, ഫൽയൻതഹി, ആ ചിന്ത അവിടെ നിർത്തിയേക്കണം എന്ന് പറഞ്ഞു. ഒരു ഭാഗം നിർത്തരുത്, ഞാൻ പറഞ്ഞ് അവസാനിച്ചിട്ടില്ല, കട്ട് ചെയ്ത് ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ടില്ല. ഇനി ചിന്തിക്കരുത് എന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല. ചിന്തയെ മുറിച്ചു വെച്ചു എന്നാണോ ഇതിനർത്ഥം? അല്ല. രണ്ട് നിലക്ക് സംശയം വരാം. ഒന്ന്, പൈശാചികമായൊരു തോന്നല്. നമ്മുടെ ബുദ്ധി കൊണ്ട്, ലോജിക്ക് കൊണ്ട് ചിന്തിച്ചാൽ അതിന് ഉത്തരമുണ്ട്. പക്ഷെ വെറുതെ ഒരു തോന്നൽ മനസ്സിലേക്ക് വരുന്നു, വസ്വാസായിട്ട് വരുന്നു. ഞാനത് വിശദീകരിക്കാം. വസ്വാസാണെങ്കിൽ ഫൽയൻതഹി, അവിടെ നിർത്തണം. കാരണം വസ്വാസിന് ആൻസർ ഇല്ല. ഖുൽ ആമൻതു ബില്ലാഹ് അൽ അഹദിസ് സ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയണം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സ്രഷ്ടാവിൽ വിശ്വസിച്ചിരിക്കുന്നു. അല്ലദീ ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചവനോ പ്രസവിക്കപ്പെട്ടവനോ അല്ല, അവൻ ഏകനാണ്, ഒരുത്തനാണ്, അവന് തുല്യരായിട്ട് ആരുമേ ഒന്നുമേ ഇല്ല. അതാണ് ലോജിക്. ലോജിക്ക് കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ചിന്തയിലൂടെ ആൻസർ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത് ലോജിക്കൽ തിങ്കിങ് അല്ല, ഇതൊരു വസ്വാസാണ്. എങ്കിൽ ഇതൊരു പൈശാചികമായ ചിന്തയാണ്. അല്ലാഹു, ഞാൻ എന്തായി ചിന്തിച്ചത്? പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഒരേ ഒരുത്തനായ, അവനെ മറ്റൊരാൾ പടച്ചിട്ടില്ലാത്ത ഒരുത്തനിൽ സൃഷ്ടികർമ്മം എത്തി നിൽക്കണം. അവനെ പിന്നെ ആര് പടച്ചു ചോദ്യം വരാൻ പറ്റില്ല. കാരണം സൃഷ്ടികൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു, പിന്നെ അത് ഉണ്ടാക്കിയ ഒരാൾ വേണം. അവനുണ്ടാക്കിയതാരാ? ഇങ്ങനെ പോയാൽ അനന്തമായ, ഉത്തരമില്ലാത്ത അനന്തമായി തുടരും. അതൊരിക്കലും സാധ്യമല്ല, അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? വസ്തുത നടന്നു കഴിഞ്ഞല്ലോ, സൃഷ്ടികർമ്മം നടന്നു കഴിഞ്ഞില്ലേ. പിന്നെ ആരാലും ഉണ്ടാക്കപ്പെടാത്തവനായ, അവനായിട്ടൊരു കാരണം വേറെ വേണ്ടാത്ത ഒരാൾ, ഒരു മുസബ്ബിബ് വേണം. അവനാണ് അല്ലാഹു.